താൻ അല്ലെങ്കിൽ ഹണി ഒരു സൂപ്പർ ഫുഡാണെന്നും അതിന് പലവിധ രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അത് വെയിറ്റ് ലോസിന് യൂസ് ചെയ്യാം, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം, ഷുഗറുകൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ തേനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഡോക്ടർ കപ്പിൾ. തേൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തേനീച്ചകൾ പൂക്കളിൽ പോയിട്ട് ആ ഒരു പൂന്തേന് ശേഖരിച്ച് അവരുടെ ബോഡിയിലൂടെ പ്രോസസ്സ് ചെയ്ത് അവരുടെ തേനീച്ച കൂടുകളിൽ ശേഖരിച്ച് വെച്ച് നമുക്ക് കിട്ടുന്ന സാധനമാണ് തേൻ. അപ്പോൾ എന്താണ് ഈ തേനിൻ്റെ മെയിൻ കണ്ടന്റ് എന്നറിയാമോ? വെറും കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഷുഗറാണ്. അതിൽ യാതൊരു രീതിയിലുള്ള ഫൈബേഴ്സും ഇല്ല, ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനമില്ല, അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്ന സാധനം ഒട്ടും തന്നെ ഇല്ല, പ്രോട്ടീനും ഇല്ല. പക്ഷേ ഈ ഒരു പഞ്ചസാരയിൽ നിന്ന് എന്താണ് പിന്നെ ഹണിയെ കുറച്ചും കൂടി നന്നാക്കുന്നത് എന്ന് അറിയാമോ? ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർഗാനിക് ആസിഡുകളുണ്ട്, ഫിനോളിക് ആസിഡ് പോലെയുള്ള, ഫ്ലാവനോയിഡ്സ് പോലെയുള്ള ഒരുപാട് നല്ല കണ്ടൻസ് ഇതിലുണ്ട്. സിങ്ക് പോലെയുള്ള, മാഗ്നീഷ്യം പോലെയുള്ള, അയൺ പോലുള്ള, പൊട്ടാഷ്യം പോലെയുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്ന ഒരുപാട് കണ്ടൻസ് ഈ ഹണിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിന് കിട്ടും. ഈ ആൻറ്റി ഓക്സിഡൻസ് കാരണം തന്നെ ഹണിക്ക് ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റ് ഉണ്ടാകാം, അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പവർ ഇതിനുണ്ടാകും. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിന്, നീർക്കെട്ടുകളെയൊക്കെ, അണുബാധകളെയൊക്കെ കുറക്കാനായിട്ടുള്ള കഴിവ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഹണിക്ക് കൊടുക്കും. പലവിധ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് അലർജി, ചുമ, തുമ്മൽ പോലുള്ള കണ്ടീഷൻസിൽ തേൻ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് പനി വരുമ്പം ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം തേനുണ്ട് മുതിർന്നവർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് കണ്ടിട്ടില്ലേ? മുറിവിന്, പൊള്ളലിനൊക്കെ തേൻ തേക്കുന്നത് കണ്ടിട്ടില്ല. ആക്ച്വലി ഈ മുറിവുകളെ ഉണക്കാനുള്ള കഴിവൊന്നും തേനിനില്ല. പക്ഷേ എന്തിനാണ് പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, തേനിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മളുടെ മുറിവിലോ അല്ലെങ്കിൽ പൊള്ളലിലോ ഒക്കെ പുറത്തുനിന്ന് ബാക്ടീരിയാസ് വന്നിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേൻ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത്. ഇനി ഷുഗർ രോഗികൾക്ക് തേൻ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം. ഒരുപാട് അളവിൽ കഴിക്കാത്തത് തന്നെയാണ് നല്ലത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഷുഗർ തന്നെയാണ്, അല്ലെങ്കിൽ പഞ്ചസാര, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ഈ ഒരു ആൻറ്റി ഓക്സിഡൻസും ബാക്കി ധാതുക്കളൊക്കെ അതിന് കുറച്ചും കൂടി ഒരു ബെനഫിറ്റ് കൊടുക്കുന്നത് കൊണ്ട് പഞ്ചസാരയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ യൂസ് ചെയ്യാം. പക്ഷെ അളവിൽ ഒരിക്കലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് ഒരു തരത്തിലും നല്ലതല്ല. കൊളസ്ട്രോൾ കുറക്കാനായിട്ട് ഹണിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വണ്ണം കുറക്കുന്നതിൽ, ഫാറ്റിൻ്റെ അളവ് കുറക്കുന്നത് കൊണ്ടാണല്ലോ കൊളസ്ട്രോൾ കുറയെന്ന് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ്സ്, ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനുള്ള കഴിവ് തേനുണ്ട്. വെയിറ്റ് ലോസിന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം. 2-3 മെത്തേഡ്സിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 100% ഗ്യാരണ്ടി ഒന്നും ഒരു മെത്തേഡിലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അമിതവണ്ണം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ വണ്ണം വെക്കുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും, അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങളാവും, PCOD, തൈറോയിഡോ, മെറ്റബോളിക് സിൻഡ്രോമോ, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമായിരിക്കാം നിങ്ങൾ ഒരു വശത്ത് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു യഥാർത്ഥ കാരണത്തെ കണ്ടെത്തി കൃത്യമായി ട്രീറ്റ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അതിന് കൂടെ ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന മെത്തേഡ്സ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെറും വയറ്റിലാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിക്കുക, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 8 തുള്ളി ചെറുനാരങ്ങ നീരും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ചില സ്റ്റഡീസൊക്കെ കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെളുത്തുള്ളിയിലെ അതിൻ്റെ 1 അല്ലിയും 1 സ്പൂൺ തേനും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെറും വയറ്റിൽ സ്ഥിരമായിട്ട് കഴിക്കാം. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ടയില്ലേ, കറുവപ്പട്ട ഒരു 1/4 ടീസ്പൂൺ പൊടിച്ച കറുവപ്പട്ടയും 1 ഗ്ലാസ് ചൂടുവെള്ളം, അതിലേക്ക് 1 സ്പൂൺ തേനും ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കഴിക്കുന്നതും വെയിറ്റ് ലോസിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് പല സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട്. ഇനി വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്, തടി വെക്കാനായിട്ട് തേൻ യൂസ് ചെയ്യാൻ പറ്റും, അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് ഇത് കഴിക്കേണ്ടത്. 1 ഗ്ലാസ് പാലിൽ തേന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിടക്കുന്നതിന് 1 അരമണിക്കൂർ മുന്നേ കഴിക്കുകയാണ് വേണ്ടുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ മിശ്രിതങ്ങളൊക്കെ നിങ്ങൾ കഴിച്ച ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടാണെങ്കിൽ രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ ശേഷമാണ് പാലിൽ 1 സ്പൂണ് തേന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കേണ്ടത്. പൊട്ടാഷ്യം, സിങ്ക്, അയൺ, മാഗ്നീഷ്യം പോലുള്ള ധാതുക്കളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയതുകൊണ്ടും ഇതൊരു ഷുഗർ ആയതുകൊണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് ശരീരത്തിന് ക്ഷീണം തോന്നുന്ന സമയത്ത്, പനിയുള്ള സമയത്ത്, വയറിളൊക്കെ ഉള്ള സമയത്ത്, നമ്മൾ പുറത്തൊക്കെ പോയി ടയർഡായിട്ട് വരുവാണെങ്കിൽ ആ ഒരു സമയത്ത് 1 ഗ്ലാസ് പച്ചവെള്ളത്തിലേക്ക്
ഒരു സ്പൂൺ ഹണി ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണം ഒന്ന് മാറാനൊക്കെ ആയിട്ട് അത് നിങ്ങളെ സ്വാഭാവികമായിട്ടും ഹെൽപ്പ് ചെയ്യും. ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനുള്ള കഴിവ് തേനുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കാൻ ദിവസവും തേൻ കഴിക്കുന്നത് നല്ലതാണെന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. തേനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള തെറ്റായിട്ടുള്ളതും സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡോക്ടർ മുഫ്സിലയാണ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. ബൈ.